വെൽക്കം ടു ക്യൂബിറ്റ് SSC RRB. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ RRB NTPC എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള കറണ്ട് അഫെയർസാണ്. ഓക്കെ, നമ്മൾ പൂർണ്ണമായിട്ടും NTPC ഫോക്കസ് ചെയ്തിട്ടാണ് ചെയ്യാറ്. നമുക്കറിയാം എല്ലാ ബുധനാഴ്ചകളും നമ്മൾ ഓൾറെഡി കറണ്ട് അഫെയർസ് വളരെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ ചെയ്യാറുണ്ടല്ലേ. ഇവിടെ നമ്മൾ അതല്ല ഉദ്ദേശിക്കുന്നത്, റെയിൽവേക്ക് ഏത് രീതിയിലാണോ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ളത് കറണ്ട് അഫെയർസ് ഏതൊക്കെ മേഖലയിൽ നിന്നാണോ വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിലാണോ ചോദ്യം ചോദിച്ചിട്ടുള്ളത്, അത് ഫോക്കസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാ ശനിയാഴ്ച ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത് കറണ്ട് അഫെയർസ് നമ്മൾ എന്ത് ചെയ്യുക അപ്ലോഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. വളരെ വലിയ ഇൻട്രൊഡക്ഷൻ ഒന്നുമില്ല, ഓൾറെഡി NTPC എക്സാംസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നമ്മുടെ ചാനലിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ നമുക്ക് എന്തായാലും ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാം. എന്താണ് ആദ്യത്തെ ചോദ്യം? വിച്ച് ബാങ്ക് ഈസ് ദ ടാർഗറ്റ് ഓഫ് 2.68 crore ഫൈനാൻഷ്യൽ പെനാൽറ്റി ഫ്രം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ? അതായത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കയ്യിൽ നിന്ന്, RBIയുടെ കയ്യിൽ നിന്ന് എന്താണ് ഫൈനാൻഷ്യൽ പെനാൽറ്റി ആയിട്ട് എത്ര കിട്ടിയത്? 2.68 crore കിട്ടിയ ബാങ്ക് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, 4 ഓപ്ഷൻസാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഏതൊക്കെയാണ്? 1 SBI ബാങ്ക്, 2 ഏതാണ് UCO ബാങ്ക്, 3 HDFC ബാങ്ക്, 4 ICICI ബാങ്ക്. നമുക്കറിയാം ബാങ്കിങ് സെക്ടറിൻ്റെ ഹെഡ് എന്ന് വിളിക്കുന്ന ആരാണ്? RBI ആണ് അല്ലേ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് വെച്ചുകൊണ്ട് ബാങ്കുകളെ കൺട്രോൾ ചെയ്യുന്ന വ്യക്തിയും സ്വാഭാവികമായിട്ട് ആരായിരിക്കും? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആയിരിക്കും. അപ്പോൾ ചോദിച്ചിരിക്കുന്ന ചോദ്യം എത്രയേ ഉള്ളൂ, ഈ തന്നിരിക്കുന്ന 4 ബാങ്കുകൾക്ക് ഏത് ബാങ്കിനാണ് ഫൈനാൻഷ്യൽ പെനാൽറ്റി കിട്ടിയിരിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഏതാണ്? UCO ബാങ്ക്. ഓക്കെ, അപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കയ്യിൽ നിന്നും 2.68 crore ഫൈനാൻഷ്യൽ പെനാൽറ്റി കിട്ടിയ ബാങ്ക് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? UCO ബാങ്കിനാണ് എന്തിരിക്കുന്നത് ഫൈനാൻഷ്യൽ പെനാൽറ്റി കിട്ടിയിരിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക നമുക്ക് കാണാൻ സാധിക്കും. എന്താണ് പറയുന്നത്? ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഹാസ് ഇമ്പോസ്ഡ് മോണിറ്ററി പെനാൽറ്റി ഓഫ് 6.8 crore ഓൺ UCO ബാങ്ക്. അതായത് നമുക്കറിയാം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പോളിസീസാണ് മോണിറ്ററി പോളിസീസ്. അത് കൃത്യമായി ഫോളോ ചെയ്യാത്ത ബാങ്കുകൾക്കാണ് എന്ത് ചെയ്യുന്നത് മോണിറ്ററി പെനാൽറ്റി കൊടുക്കുന്നതായിട്ട് കാണാൻ പറ്റുക. നമ്മൾ നേരത്തെ പറഞ്ഞ ആ റൗണ്ട് ഫിഗറാണ് എന്ത് ചെയ്തിരിക്കുന്നത് UCO ബാങ്കിന് എന്ത് ചെയ്യുന്നത് പെനാൽറ്റി കൊടുത്തിരിക്കുന്നത്. ഇനി ഏത് നിയമം ഉപയോഗിച്ചുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1949 പാസ്സാക്കിയ ബാങ്കിങ് റെഗുലേഷൻ ആക്ടിലെ സെക്ഷൻ 26A പ്രകാരമാണ് എന്ത് ചെയ്തിരിക്കുന്നത് UCO ബാങ്കിന് എന്താണ് ഈ ഫൈനാൻഷ്യൽ പെനാൽറ്റി അല്ലെങ്കിൽ എന്താണ് മോണിറ്ററി പെനാൽറ്റി കൊടുത്തിരിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക കാണാൻ സാധിക്കുക. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ദ ഇവാലുവേഷൻ ഓഫ് 4 സെൻട്രൽ പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസ് ദാറ്റ് മീൻസ് CPSE ടു നവരത്ന സ്റ്റാറ്റസ് വാസ് ഓതറൈസ്ഡ് ബൈ യൂണിയൻ ഫൈനാൻസ് മിനിസ്റ്റർ നിർമ്മല സീതാരാമൻ. ഹൗ മെനി നവരത്ന CPs ആർ നൗ ഓപ്പറേറ്റിംഗ് ഇൻ ഇന്ത്യ ആസ് ദ റിസൾട്ട് ഓഫ് ദിസ് അപ്രൂവൽ? അതായത് നമുക്കറിയാം ഗവൺമെൻറ്റിൻ്റേതായ ചില സ്ഥാപനങ്ങളുണ്ടല്ലോ, ലൈക്ക് മിനിരത്ന ഉണ്ട്, മിനിരത്ന തൊട്ട് മുകളിൽ എന്താണ് നവരത്ന ഉണ്ട്, നവരത്നയ്ക്ക് തൊട്ട് മുകളിൽ എന്താണ് മഹാരത്നാസ് ഉണ്ട്. ഓക്കെ, ഇപ്പം നിലവിൽ 4 മിനിരത്നാസിനെ എന്താക്കി മാറ്റിയിട്ടുണ്ട്? നവരത്നാസ് ആക്കിയിട്ട് ആര് മാറ്റിയിട്ടുണ്ട്? നിർമ്മല സീതാരാമൻ മാറ്റിയിട്ടുണ്ട്. ഓക്കെ, അവരുടെ ടേൺ ഓവറിനനുസരിച്ചിട്ടൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? മിനിരത്ന എന്നുള്ള സ്റ്റാറ്റസിൽ നിന്ന് എന്താക്കി മാറ്റി? നവരത്ന എന്നുള്ള സ്റ്റാറ്റസിലേക്ക് മാറ്റി. അങ്ങനെ ഈ 4 പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസിനെ കൂടി മാറ്റിയപ്പോൾ ഇന്ത്യയിൽ നിലവിൽ എത്ര നവരത്നാസ് ഉണ്ട് എന്നാണ് ചോദ്യം. ഓപ്ഷൻ A 21, ഓപ്ഷൻ B 22, ഓപ്ഷൻ C 23, ഓപ്ഷൻ D 25. ഇതിലെ കറക്റ്റ് ആൻസർ എന്ന് വിളിക്കുന്നത് ഏതാണ്? ഓപ്ഷൻ D 25 ഏത് കറക്റ്റ് ആൻസർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെ സ്ഥാപനങ്ങൾക്കാണ് നിലവിൽ നവരത്ന സ്റ്റാറ്റസ് കൊടുത്തിരിക്കുന്നതായിട്ട് കാണാൻ പറ്റുക. 1 റെയിൽടെൽ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ്, അതുപോലെ തന്നെ എന്താണ് സോളാർ എനർജി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് SECI ലിമിറ്റഡ്, ആൻഡ് സത്ലജ് ജൽ വിദ്യുത് നിഗം SJVN ലിമിറ്റഡ്, ആൻഡ് നാഷണൽ ഹൈഡ്രോ ഇലക്ട്രിക് പവർ കോർപ്പറേഷൻ. ഓക്കെ, അപ്പോൾ ഈ 4 സ്ഥാപനങ്ങൾക്കാണ് നിലവിൽ എന്ത് ചെയ്തിരിക്കുന്നത് മിനിരത്ന എന്നുള്ള സ്റ്റാറ്റസിൽ നിന്ന് മാറ്റി എത്ര കൊടുത്തിരിക്കുന്നത് നവരത്ന എന്നുള്ള സ്റ്റാറ്റസിലേക്ക് എത്തിയിരിക്കുന്നത്. ഈ 4 സ്ഥാപനങ്ങൾക്ക് കൂടി നവരത്ന സ്റ്റാറ്റസ് കൊടുത്തതോടുകൂടി എന്ത് ചെയ്തു? നവരത്നാസിൻ്റെ എണ്ണം എത്രയായി മാറി? 25 എത്തി എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു പോയിന്റും കൂടിയുണ്ട്.
ചിലപ്പോൾ ചോദിക്കാം എന്നാണ് നവരത്ന സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്ത് എന്ന് ചോദിക്കുകയാണെങ്കിൽ അതും കൂടി ഓർത്ത് വയ്ക്കുക. എപ്പോഴാണ്? 1997 എന്ത് ചെയ്യുന്നത് നവരത്ന സ്കീം എന്താണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക നമുക്ക് കാണാൻ സാധിക്കുക. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് സ്റ്റേറ്റ് ഹാസ് സീൻ ഫസ്റ്റ് ഇന്ത്യൻ ലൈഫ് ഇൻഷുറൻസ് ഇന്ത്യ ഫസ്റ്റ് ലൈഫ് ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡ് സ്റ്റാർട്ട് ഓപ്പറേഷൻ? ചോദിച്ചിരിക്കുന്ന ചോദ്യം എന്താണ്? താഴെ തന്നിരിക്കുന്നതിൽ ഏത് സംസ്ഥാനത്താണ് ഒരു ഫസ്റ്റ് ഇന്ത്യൻ ലൈഫ് ഇൻഷുറൻസ്, അതായത് ഇന്ത്യാസ് ഫസ്റ്റ് ലൈഫ് ഇൻഷുറൻസ് കമ്പനി തുടങ്ങിയത് എന്നുള്ളതാണ് ചോദ്യം. 4 സംസ്ഥാനങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? 1 കേരള, അതുപോലെ തന്നെ ഒഡീഷ, ബീഹാർ ആൻഡ് ഗുജറാത്ത്. 4 ഓപ്ഷൻസാണ് എന്ത് ചെയ്യാൻ പറ്റുക നമുക്ക് കാണാൻ പറ്റുക. ഇതിലെ കറക്റ്റ് ആൻസർ എന്ന് വിളിക്കുന്നത് ഗുജറാത്ത്. ഓക്കെ, ഗുജറാത്തിലാണ് ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നത് ഒരു ഫസ്റ്റ് ഇന്ത്യൻ ലൈഫ് ഇൻഷുറൻസ് കമ്പനി എന്ത് ചെയ്യുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക നമുക്ക് കാണാൻ പറ്റുക. ഓക്കെ, ഇന്ത്യ ഫസ്റ്റ് ലൈഫ് ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡ് ഹാസ് ബിക്കം ഫസ്റ്റ് ഇന്ത്യൻ ലൈഫ് ഇൻഷുറൻസ് ടു കമൻസ് ഓപ്പറേഷൻസ് ഇൻ ഗുജറാത്ത് ഇൻ്റർനാഷണൽ ഫൈനാൻസ് ടെക് സിറ്റി. അതായത് നമ്മുടെ ഗുജറാത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ എന്താണ് ഇൻ്റർനാഷണൽ ഫൈനാൻസ് ടെക് സിറ്റി എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ ഗിഫ്റ്റ് സിറ്റി എന്നൊക്കെ അറിയപ്പെടുന്ന എന്താണ് ഗാന്ധി നഗറിലാണ് എന്ത് ചെയ്യുന്നത് ഇതാദ്യമായിട്ട് എന്താണ് പ്രവർത്തനം ആരംഭിക്കുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഏത് സംസ്ഥാനത്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ഗുജറാത്ത് എന്നാണ് ഉത്തരം. ചിലപ്പോൾ ചോദ്യം വരാം ഏത് സിറ്റിയിലാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയാണ് ഇൻ്റർനാഷണൽ ഫൈനാൻസ് ടെക് സിറ്റി അല്ലെങ്കിൽ ഗിഫ്റ്റ് സിറ്റിയിലാണ് എന്ത് ചെയ്തിരിക്കുന്നത് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക നമുക്ക് കാണാൻ പറ്റുക. ആൻഡ് ദ കമ്പനി ഇനാഗുറേറ്റഡ് ഇറ്റ്സ് IFSC ഇൻഷുറൻസ് ഓഫീസ് IIO അറ്റ് ദ കൺട്രീസ് ഇൻ്റർനാഷണൽ ഫൈനാൻഷ്യൽ ഗേറ്റ് വേ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഓർത്ത് വയ്ക്കേണ്ടുള്ളൂ. ആദ്യമായിട്ട് എവിടെയാണ് പ്രവർത്തനം ആരംഭിച്ചത്? ഗുജറാത്തിലാണ് എന്ത് ചെയ്യുന്നത് ആദ്യമായി പ്രവർത്തനം ആരംഭിച്ചത്. എപ്പോഴും നമ്മൾ ഒരു കറണ്ട് അഫയേഴ്സ് ചോദിക്കുമ്പോൾ അവിടെ സ്റ്റേറ്റ് തന്നെ ചോദിക്കണമെന്ന് യാതൊരു തരത്തിലും നിർമ്മല്ല. ചിലപ്പോൾ എന്ത് ചെയ്യാം സിറ്റി ചോദിക്കാം. സിറ്റി ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ഓർത്ത് വയ്ക്കുക എവിടെയാണ് ഗിഫ്റ്റ് സിറ്റിയിലാണ് അല്ലെങ്കിൽ ടെക് സിറ്റിയിലാണ്. ഓക്കെ, ഇതൊക്കെ കാണപ്പെടുന്ന എവിടെയാണ്? ഗുജറാത്തിലാണ് എന്ത് ചെയ്യുന്നത് ഇതൊക്കെ കാണപ്പെടുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക നമുക്ക് കാണാൻ സാധിക്കുക. ഓക്കെ, നെക്സ്റ്റ് വൺ, വിച്ച് സ്റ്റേറ്റ്സ് മഞ്ജുവാടി ഹാംലെറ്റ് ലൊക്കേറ്റഡ് ഇൻ ദ ശാസ്ത്ര ഡിസ്ട്രിക്ട് ഈസ് നൗ ദ ഫസ്റ്റ് വില്ലേജ് എൻറ്റയർലി പവേർഡ് ബൈ സോളാർ എനർജി എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ചോദ്യം വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എന്താണ് ചോദിച്ചിരിക്കുന്നത്? ഇന്ത്യയിലെ ഏത് വില്ലേജാണ് ഫുള്ളി അതായത് 100% സോളാർ എനർജിയിൽ പ്രവർത്തിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക കാണാൻ പറ്റുക എന്നുള്ളതാണ് ചോദ്യം. ആൻഡ് 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതൊക്കെയാണ്? ഓപ്ഷൻ എ മഹാരാഷ്ട്ര, ഓപ്ഷൻ ബി ഒഡീഷ, ഓപ്ഷൻ സി ബീഹാർ ആൻഡ് ഓപ്ഷൻ ഡി ഗുജറാത്ത്. ഇതിലെ കറക്റ്റ് ആൻസർ എന്ന് വിളിക്കുന്നത് ഏതാണ്? ഓപ്ഷൻ എ മഹാരാഷ്ട്രയാണ് ഏതാണ് കറക്റ്റ് ആൻസർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം എന്താണ് അതിൻ്റെ എക്സ്പ്ലനേഷൻ. മഹാരാഷ്ട്ര ചീഫ് മിനിസ്റ്റർ ഏക്നാഥ് ഷിൻഡെ ലോഞ്ച്ഡ് ദ സോളാർ വില്ലേജ് സ്കീം. ഓക്കെ, അപ്പോൾ മഹാരാഷ്ട്രയിൽ ആരാണ് സോളാർ വില്ലേജ് സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാണ്? അവിടുത്തെ ചീഫ് മിനിസ്റ്ററായ എന്താണ് ഏക്നാഥ് ഷിൻഡെയാണ് എന്ത് ചെയ്യുന്നത് ഇത്തരമൊരു സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക കാണാൻ പറ്റുക. ഇനി ഈ സ്കീമിൻ്റെ ലക്ഷ്യം എന്താണ്? ഈ സോളാർ വില്ലേജ് സ്കീമിൻ്റെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് 100% സോളാർ പവർ ഇലക്ട്രിസിറ്റി എന്നുള്ളതാണ്. അതും എത്ര വില്ലേജുകളിൽ? 100 വില്ലേജുകളിലാണ് എന്ത് ചെയ്യുന്നത് ലക്ഷ്യം വെക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക നമുക്ക് കാണാൻ പറ്റുക. അതിൻ്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്യുന്നത് ഇത്തരമൊരു സ്കീം എന്ത് ചെയ്യുന്നത് ഏകനാഥ് ഷിൻഡെ എന്ത് ചെയ്യുന്നത് കൊണ്ടുവരുന്നത്. ആൻഡ് മഞ്ജുവാടി എ വില്ലേജ് അറ്റ് സത്താറ ഡിസ്ട്രിക്ട്. ഓക്കെ, ഏത് ഡിസ്ട്രിക്റ്റിലാണ് മഞ്ജുവാടി കാണപ്പെടുന്നത് വെച്ച് കഴിഞ്ഞാൽ എന്താണ് സത്താറ ഡിസ്ട്രിക്റ്റിലാണ് എന്ത് ചെയ്യുന്നത് ഈ വില്ലേജ് കാണപ്പെടുന്നത്. ഹാസ് ബിക്കം ദ ഫസ്റ്റ് വില്ലേജ് ഇൻ ദ സ്റ്റേറ്റ് ടു ബി ഇലക്ട്രിഫൈഡ് 100% ബൈ സോളാർ പവർ. ഓക്കെ, നമ്മൾ ഈ ചോദ്യത്തിൽ കണ്ട പോലെ തന്നെ 100% സോളാർ എനർജിയിലാണ് നിലവിൽ എന്ത് ചെയ്യുന്നത് ആ ഒരു വില്ലേജ് പ്രവർത്തിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക നമുക്ക് കാണാൻ പറ്റുക. ആൻഡ് ദ സ്കീം എയിംസ് ടു അച്ചീവ് 0 ഇലക്ട്രിസിറ്റി ബിൽസ് ഫോർ ഹൗസ് ഹോൾഡ് അണ്ടർ ദ PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന. ഓക്കെ, അതായത് എന്താണ് അവരുടെ ഇലക്ട്രിസിറ്റി ബില്ല് എന്ത് ചെയ്യുക 0 ഇലക്ട്രിസിറ്റി ബില്ലാക്കുക അല്ലെങ്കിൽ 0% ആക്കുക. പൂർണ്ണമായിട്ടും എന്ത് ചെയ്യുക ഈ സോളാർ എനർജി കൊണ്ടുവരിക എന്നുള്ളതാണ് ലക്ഷ്യം. ഏത് സ്കീമിൻ്റെ അണ്ടറിൽ? സെൻട്രൽ ഗവൺമെൻറ് നടപ്പാക്കുന്ന PM സൂര്യഗ്രഹ മുഫ്തി ബിജ്ലി യോജന സ്കീമിൻ്റെ അണ്ടറിലാണ് എന്ത് ചെയ്യുന്നത് ഇത്തരമൊരു കാര്യം ചെയ്യുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക നമുക്ക് കാണാൻ സാധിക്കുക എന്നുള്ളതും ഏതിൻ്റെ പ്രത്യേകതയാണ്? ഇതിൻ്റെ
പ്രത്യേകതയാണ് എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് സിറ്റി ഓഫ് നേപ്പാൾ റീസെൻ്റ്ലി റിക്കോഗ്നൈസ്ഡ് ആസ് ദ ഹെൽത്തി സിറ്റി ബൈ ദ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ? അതായത് നേപ്പാളിലെ ഏത് സിറ്റിയാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഹെൽത്തി സിറ്റി ആയിട്ട് അംഗീകരിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ചോദ്യം. അതിൽ ഓപ്ഷൻ എ എന്താണ്? ഭരത്പൂർ, ഓപ്ഷൻ ബി ബിരൺപൂർ, ഓപ്ഷൻ സി ധുലിഖൽ ആൻഡ് ഓപ്ഷൻ ഡി ധവൻ. ഏതാണ് കറക്റ്റ് ആൻസർ എന്ന് വിളിക്കുന്നത്? ഏതാണ്? ഓപ്ഷൻ സി ആണ്. ഏത്? ധുലിഖലാണ് ഏതാണ് കറക്റ്റ് ആൻസർ എന്ന് വിളിക്കുന്നത്. നമുക്ക് നോക്കാം എന്താണ് പറയുന്നത്. ധുലിഖൽ, നേപ്പാൾ ഈസ് ദ ഫസ്റ്റ് സിറ്റി ഓഫ് ദ കൺട്രി ടു ബി റിക്കോഗ്നൈസ്ഡ് ഹെൽത്തി സിറ്റി. ഓക്കെ, നേപ്പാളിൽ തന്നെ ആദ്യത്തെ ഹെൽത്തി സിറ്റി എന്നുള്ള പേരിലാണ് എന്ത് ചെയ്യുന്നത് ഇതറിയപ്പെടുന്നത്. ഇതാരാണ് അംഗീകരിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? WHO അഥവാ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനാണ് എന്ത് ചെയ്യുന്നത് അംഗീകരിക്കുന്നതായിട്ട് കാണാൻ പറ്റുക. ഇനി ഈ ധുലിഖലിൻ്റെ ലൊക്കേഷൻ എവിടെ, അല്ലെങ്കിൽ അതെവിടെ ലൊക്കേറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ്? കാവേരി പ്ലാൻചോക്ക് ഡിസ്ട്രിക്റ്റിലാണ് എന്ത് ചെയ്യുന്നത്. അതായത് ഏകദേശം എന്താണ് കാഠ്മണ്ഡു നിന്ന് 18 കിലോമീറ്റർ അകലെയാണ് കാണാൻ പറ്റുക. ആൻഡ് WHO ഇതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തിരുന്നു? ധുലിഖലിനെ കഴിഞ്ഞ 2 വർഷമായിട്ട് എന്ത് ചെയ്തിരുന്നു? മോണിറ്റർ ചെയ്തിരുന്നു. ഏകദേശം ഓഗസ്റ്റ് 2024 എന്ത് ചെയ്യുന്നത് ഇതിൻ്റെ അനൗൺസ്മെൻറ്റ് ഉണ്ടാകുന്നത്. അതായത് ധുലിഖലിനെ എന്തായിട്ട് അംഗീകരിച്ചു? ഹെൽത്തി സിറ്റി ആയിട്ട് അംഗീകരിച്ചു എന്നുള്ള എന്താണ് അനൗൺസ്മെൻറ്റ് ഉണ്ടാകുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക നമുക്ക് കാണാൻ പറ്റുക എന്നുള്ളതും ഏതിൻ്റെ പ്രത്യേകതയാണ്? ഇതിൻ്റെ പ്രത്യേകതയാണ് എന്നുള്ളതാണ്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വൺ. വിച്ച് സ്റ്റേറ്റ് ഓർ യൂണിയൻ ടെറിട്ടറി റീസെൻ്റ്ലി ലോഞ്ച്ഡ് ഇസായ് കുടിൽ സ്കീം ടു എൻഹാൻസ് മ്യൂസിക് ആൻഡ് ഡാൻസ് എഡ്യൂക്കേഷൻ ഇൻ ഗവൺമെൻറ് സ്കൂൾ? അതായത് ഗവൺമെൻറ് സ്കൂളുകളിൽ എന്താണ് മ്യൂസിക് അതുപോലെ തന്നെ ഡാൻസ് എന്നിവയെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്താണ് ഇസായ് കുടിൽ എന്ന സ്കീം കൊണ്ടുവന്ന സ്റ്റേറ്റ് അല്ലെങ്കിൽ യൂണിയൻ ടെറിട്ടറി ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. 4 ഓപ്ഷൻസാണ് കാണാൻ പറ്റുക. ഓപ്ഷൻ എ എന്താണ്? പുതുച്ചേരി, ആൻഡ് ഓപ്ഷൻ ബി ആസാം, ആൻഡ് ഓപ്ഷൻ സി ലക്ഷദ്വീപ്, ആൻഡ് ഓപ്ഷൻ ഡി മിസോറാം. ഓക്കെ, 4 ഓപ്ഷൻസാണ് കൊടുത്തുള്ളത്. സോ ഇതിൽ കറക്റ്റ് ആൻസർ എന്ന് വിളിക്കുന്നത് ഏതാണ്? ഓപ്ഷൻ എ പുതുച്ചേരിയാണ്. ഏത് ഇതിലെ കറക്റ്റ് ആൻസർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം എന്താണ് പറയുന്നത്. ദ ഇസായ് കുടി സ്കീം വാസ് ലോഞ്ച്ഡ് ഇൻ പുതുച്ചേരി. ഓക്കെ, അപ്പോൾ ഇത് എവിടെയാണ്? ഏത് യൂണിയൻ ടെറിട്ടറിയിലാണ് ഇത് ലോഞ്ച് ചെയ്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ്? പുതുച്ചേരിയിലാണ് എന്ത് ചെയ്തിരിക്കുന്നത് ഇത് ലോഞ്ച് ചെയ്തിരിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക നമുക്ക് കാണാൻ പറ്റുക. ഈ സ്കീമിൻ്റെ ലക്ഷ്യം എന്താണ്? ബൂസ്റ്റ് മ്യൂസിക് ആൻഡ് ഡാൻസ് എഡ്യൂക്കേഷൻ ഇൻ ഗവൺമെൻറ് സ്കൂൾസ്. അതായത് എന്താണ് സർക്കാർ നടത്തുന്ന വിദ്യാലയങ്ങളിൽ എന്ത് ചെയ്യുക മ്യൂസിക് അതുപോലെ തന്നെ എന്താണ് ഡാൻസ് തുടങ്ങിയവയെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് ഏതിൻ്റെ ലക്ഷ്യം? ഇതിൻ്റെ ലക്ഷ്യം എന്ന് വിളിക്കുന്നത്. ആൻഡ് ഭാരതിയാർ യൂണിവേഴ്സിറ്റി സപ്പോർട്ട് ദിസ് ഇനീഷ്യേറ്റീവ്. ഓക്കെ, അതുപോലെ തന്നെ ഇതിനെ ആരാണ് സപ്പോർട്ട് ചെയ്യുന്ന നിലവിൽ? ഭാരതിയാർ യൂണിവേഴ്സിറ്റിയാണ് സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റുക. ആൻഡ് എ മ്യൂസിക്കൽ ഹട്ട് ഈസ് ബീയിങ് സെറ്റ് ഓഫ് ചിന്നമത ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ. അതുപോലെ തന്നെ എന്താണ് ചിന്നമത ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എന്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്? എ മ്യൂസിക്കൽ ഹട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? സെറ്റ് ചെയ്തിട്ട് കാണാൻ പറ്റും. അതുപോലെ തന്നെ മ്യൂസിക് ക്ലാസ്സസ് എന്താണ് ആഴ്ചയിൽ എന്താണ് 2 വട്ടമാണ് എന്ത് ചെയ്യുന്നത് നടത്തുന്നത്. 2 hours വീതമായിരിക്കും. ഓക്കെ, ഇതൊക്കെയാണ് ഏതിൻ്റെ പ്രത്യേകത? ഈ സ്കീമിൻ്റെ എന്താണ് പ്രത്യേകത എന്ന് വിളിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ. റീസെൻ്റ്ലി വേർ വാസ് ദ നാഷണൽ കോൺഫറൻസ് ഓഫ് ഡിസ്ട്രിക്ട് ജുഡീഷ്യറി ഹെൽത്ത്? അതായത് എന്താണ് നിലവിൽ എവിടെയാണ് നാഷണൽ കോൺഫറൻസ് ഓഫ് ഡിസ്ട്രിക്ട് ജുഡീഷ്യറി എന്ന് പറയുന്ന കോൺഫറൻസ് നടന്നത് എന്നാണ് ചോദ്യം. 4 ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻ എ ബംഗളൂരു, ഓപ്ഷൻ ബി ഹൈദരാബാദ്, ഓപ്ഷൻ സി ചെന്നൈ, ആൻഡ് ഓപ്ഷൻ ഡി ന്യൂഡൽഹി. കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ന്യൂഡൽഹിയാണ് ഇതിലെന്ത് കറക്റ്റ് ആൻസർ എന്ന് വിളിക്കുന്നത്. നമുക്ക് നോക്കാം എന്താണ് പറയുന്നത്. The Supreme Court of India organized a 2-day national conference of the district judiciary on August 31st and September 1, 2024 in New Delhi. ഓക്കെ, അതായത് എന്താണ് ന്യൂഡൽഹിയിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ എന്തിന് തുടക്കം കുറിച്ചത്? ഡിസ്ട്രിക്ട് ജുഡീഷ്യറി എന്ന് പറയുന്ന ഒരു നാഷണൽ കോൺഫറൻസിന് തുടക്കം കുറിച്ചത് ഓഗസ്റ്റ് 31 അതുപോലെ സെപ്റ്റംബർ 1 തുടങ്ങിയ തീയതികളിലാണ് എന്ത് ചെയ്യുന്നത് ഇത് നടന്നായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക നമുക്ക് കാണാൻ പറ്റുക. ഇനി കോൺഫറൻസ് ഇനാഗുറേറ്റ് ചെയ്ത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ്? ഭാരത് മണ്ഡപത്തിലാണ് എന്ത് ചെയ്യുന്നത് ഇനാഗുറേറ്റ് ചെയ്യുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക കാണാൻ പറ്റുക. ആൻഡ് വേർ എ കോയിൻ ആൻഡ് പോസ്റ്റേജ് സ്റ്റാമ്പ് വേർ റിലീസ്ഡ് ടു കമ്മമറേറ്റ് 75 years ഓഫ് ദ അപ്പെക്സ് കോർട്ട്. അതായത് നമുക്കറിയാം സുപ്രീം കോടതി നിലവിൽ വന്നിട്ട് എന്ത് ചെയ്തു 75 വർഷങ്ങൾ കഴിഞ്ഞു. അതിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് അന്ന് എന്ത് ചെയ്യുന്നുണ്ട് ഒരു പോസ്റ്റേജ് സ്റ്റാമ്പ് അതുപോലെ തന്നെ എന്താണ്
ഒരു കോയിനും എന്താണ് ലോഞ്ച് ചെയ്തതായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കാണാൻ പറ്റും, അല്ലെങ്കിൽ റിലീസ് ചെയ്തതായിട്ട് കാണാൻ പറ്റുമെന്നുള്ളതും ഇതിൻ്റെ പ്രത്യേകതയാണ് എന്നുള്ളതാണ്. ഓക്കെ. ആൻഡ് നെക്സ്റ്റ് ന്യൂസ്, വിച്ച് ഓർഗനൈസേഷൻ റീസെൻ്റ്ലി ലോഞ്ച്ഡ് വാൾട്ടർ കൗണ്ട് 2024 ഇനീഷ്യേറ്റീവ്? 4 ഓപ്ഷൻസ് ആണ്. ഏതൊക്കെയാണ്? ഓപ്ഷൻ എ യുണൈറ്റഡ് നാഷൻസ് എൻവയോൺമെൻറ്റ് പ്രോഗ്രാം, ഓപ്ഷൻ ബി ഗ്ലോബൽ ഫുട് പ്രിൻറ്റ് നെറ്റ്വർക്ക്, ഓപ്ഷൻ സി വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നാച്ചുറൽ ഇന്ത്യ ആൻഡ് ഓപ്ഷൻ ഡി ഗ്രീൻ പീസ്. ഇതിലെ കറക്റ്റ് ആൻസർ എന്ന് വിളിക്കുന്നത് ഏതാണ്? വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നാച്ചുറൽ ഇന്ത്യ. എന്താണ് പറയുന്നത്? WWF India launched the Venture Count 2024 project from September 7 to October 6. ഓക്കെ, അതായത് എന്താണ്? സെപ്റ്റംബർ 7 മുതൽ ഒക്ടോബർ 6 വരെയാണ്, 2024 വരെയാണ് ഇത് നടക്കുന്നതായിട്ട് കാണാൻ പറ്റുക. ദിസ് ഇനീഷ്യേറ്റീവ് അലൈൻസ് വിത്ത് ദ ഇൻ്റർനാഷണൽ വെഞ്ചർ അവയർനെസ് ഡേയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇത് കണ്ടക്ട് ചെയ്യുന്നത്. ആൻഡ് ദ പ്രൊജക്ട് എയിംസ് ടു കൗണ്ട് ആൻഡ് അസസ് ദി വെഞ്ചർ പോപ്പുലേഷൻ ഇൻ ഇന്ത്യ. ഇതാണ് ഇതിൻ്റെ ലക്ഷ്യം എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് കാര്യമായിട്ട് അങ്ങനെ നോക്കാറില്ല. പക്ഷേ ഈ ഡേറ്റ്സുകൾ, അതായത് ഓരോ സ്കീമുകളും ഏത് ഡേറ്റ് മുതൽ ഏത് ഡേറ്റ് വരെയാണ് നടക്കുന്നത്, ഒരു ദിവസമൊന്നും അല്ല നടക്കുന്ന, ഈ ഒരു വീക്കൊക്കെയാണ് നടക്കുന്നത്, അല്ലെങ്കിൽ ഒരു മന്തൊക്കെ നടക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യണം, ആ ഡേറ്റ് ഓർത്ത് വെച്ചിരിക്കണം. ചിലപ്പോൾ എന്താണ് എക്സാമിന് ഡയറക്റ്റ്ലി ചോദിക്കാൻ സാധ്യതയുള്ളതാണ് ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, റീസെൻ്റ്ലി ദ ചീഫ് മിനിസ്റ്റർ ഓഫ് ഉത്തർപ്രദേശ് ഇനാഗുറേറ്റഡ് 3-day ആർമഡ് ഫോഴ്സസ് ഫെസ്റ്റിവൽ ഇൻ വിച്ച് സിറ്റി എന്നുള്ളതാണ്. 4 ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻ എ കാൺപൂർ, ഓപ്ഷൻ ബി വാരണാസി, ഓപ്ഷൻ സി ലക്നൗ ആൻഡ് ഓപ്ഷൻ ഡി അയോധ്യ. ഓക്കെ, ഇതിൽ കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ലക്നൗ ആണ് ഇത് കറക്റ്റ് ആൻസർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, എന്താണ് പറയുന്നത്? ദ 3-day ആർമഡ് ഫോഴ്സസ് ഫെസ്റ്റിവൽ ബിഗിൻ അറ്റ് ദ സൂര്യഖേൽ പരിസർ ഇൻ ലക്നൗ കണ്ടോൺമെൻറ്റ് വിച്ച് മച്ച് എന്തൂസിയാസം. ഓക്കെ, അപ്പോൾ ലക്നൗവിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇത് കണ്ടക്ട് ചെയ്യുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക. ഏകദേശം 8000-ഓളം ആളുകളാണ് എന്ത് ചെയ്യുന്നത്, ഇതിൽ അറ്റൻഡ് ചെയ്തതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക. ഇതിൽ ലേറ്റസ്റ്റ് മിലിറ്ററി എക്യുപ്മെൻ്റൊക്കെ എന്ത് ചെയ്തിരുന്നു, ഡിസ്പ്ലേ ചെയ്തിരുന്നു. അതുപോലെ തന്നെ മിലിറ്ററി ടാങ്ക്, ഹെലികോപ്റ്റേഴ്സ്, ആർട്ടിലറി ഗൺസ് തുടങ്ങിയവയും എന്താണ് ഇതിൻ്റെ എന്തായിരുന്നു, ആകർഷകങ്ങളായിരുന്നു എന്നുള്ള ഇതിൻ്റെ പ്രത്യേകതയാണ്. ഓക്കെ, and next question, recently which state government has raised the insurance limit of surrogacy policy for women up to Rs 10 lakh എന്നാണ്. ഓക്കെ, 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതൊക്കെയാണ്? ഓപ്ഷൻ എ ബീഹാർ, ഓപ്ഷൻ ബി മധ്യപ്രദേശ്, ഓപ്ഷൻ സി ഉത്തർപ്രദേശ് ആൻഡ് ഓപ്ഷൻ ഡി രാജസ്ഥാൻ. ഏതാണ് കറക്റ്റ് ആൻസർ എന്ന് വിളിക്കുന്നത്? ഏതാണ്? ഓപ്ഷൻ ബി മധ്യപ്രദേശ് ആണ് ഇത് കറക്റ്റ് ആൻസർ. എന്താണ് പറയുന്നത്? The Madhya Pradesh government has increased insurance coverage for surrogacy policies. അതായത് സർഗസി പോളിസീസിന് അവർ ഇൻഷുറൻസ് കവറേജ് 2 ലക്ഷം രൂപയിൽ നിന്നും എത്ര ലക്ഷമായി ഉയർത്തി എന്നാണ് പറയുന്നത്? 10 ലക്ഷം രൂപയായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഉയർത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ആൻഡ് there are 126 institutions registered under the State Assisted Reproductive Technology and Surrogacy Regulation Act 2021 in MP. 2021 മധ്യപ്രദേശിൽ പാസ്സാക്കിയ എന്താണ്, സ്റ്റേറ്റ് അസിസ്റ്റ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജി ആൻഡ് സർഗസി റെഗുലേഷൻ ആക്ടിൽ ഏകദേശം എത്ര ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്? 126ഓളം ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്താണ് രജിസ്റ്റർ ചെയ്തതായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ സാധിക്കുമെന്നുള്ളതും ഇതിൻ്റെ പ്രത്യേകതയാണ് എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, വിച്ച് മിനിസ്ട്രി റീസെൻ്റ്ലി ഡിസോൾവ്ഡ് ദ 40-member സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഓൺ എക്കോണമിക്സ് സ്റ്റാറ്റിസ്റ്റിക്സ് SEEC. 4 ഓപ്ഷൻസ് ആണ്. അതായത് ചോദ്യം എന്താണ്, നിലവിൽ ഏത് മിനിസ്ട്രിയാണ് എന്താണ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഓൺ എക്കോണമിക് സ്റ്റാറ്റിസ്റ്റിക്സിനെ പൂർണ്ണമായിട്ടും വേണ്ട എന്ന് വെച്ച് എന്നാണ് ചോദ്യം. 4 ഓപ്ഷൻസ്. ഓപ്ഷൻ എ മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷൻ, ഓപ്ഷൻ ബി മിനിസ്ട്രി ഓഫ് ഡിഫൻസ്, ഓപ്ഷൻ സി മിനിസ്ട്രി ഓഫ് ടെക്സ്റ്റൈൽസ് ആൻഡ് ഓപ്ഷൻ ഡി മിനിസ്ട്രി ഓഫ് ഇൻഫോർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ്. ഇതിലേതാണ് കറക്റ്റ് ആൻസർ എന്ന് വിളിക്കുന്നത്? മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷൻ ആണ് ഇത് കറക്റ്റ് ആൻസർ എന്ന് വിളിക്കുന്നത്. എന്താണ് പറയുന്നത്? മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷൻ ദാറ്റ് മീൻസ് മോസ്റ്റ് ബി റീസെൻ്റ്ലി ഡിസോൾവ്ഡ് ദ 40-member സ്റ്റാൻഡിംഗ് കമ്മിറ്റി എന്നുള്ളതാണ്. ഓക്കെ, അവരാണ് പൂർണ്ണമായിട്ടും ഇതിന് എന്ത് ചെയ്യുന്നത്, വേണ്ടാന്ന് വയ്ക്കുന്നത്. എന്താണ് ഈ SEEC എന്ന് പറയുന്നത്? എന്താണ് ഓവർലാപ്പിംഗ് ഫങ്ഷൻസ് വിത്ത് ദ സ്റ്റിയറിംഗ് കമ്മിറ്റി ഫോർ നാഷണൽ സാമ്പിൾ സർവീസ്. അത് കാരണമാണ് എന്താണ് ഈ ഒരു കമ്മിറ്റി എന്താണ് വേണ്ട എന്ന് വയ്ക്കാനുള്ള എന്താണ് കാരണം. ഓക്കെ,
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഉക്കൈ ഡാം വിച്ച് വാസ് സീൻ ഇൻ ദ ന്യൂസ് ഈസ് കൺസ്ട്രക്റ്റഡ് ഓൺ വിച്ച് റിവർ എന്നുള്ളതാണ്. ഓക്കെ, നിലവിൽ ന്യൂസിലുള്ളൊരു ഡാമാണിത്, ഉക്കൈ ഡാം എന്ന് വിളിക്കുന്നത്. ഇത് ഏത് റിവറിൻ്റെ മുകളിലാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്നാണ് ചോദ്യം. താപ്തി റിവർ, കൃഷ്ണ റിവർ, കാവേരി റിവർ ആൻഡ് നർമ്മദ റിവർ. ഏതാണ് കറക്റ്റ് ആൻസർ എന്ന് വിളിക്കുന്നത്? ഏതാണ്? താപ്തി റിവറാണ് ഏത് കറക്റ്റ് ആൻസർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, എന്താണ് പറയുന്നത്? അതോറിറ്റീസ് ഡിസ്ചാർജ്ഡ് 1.19 lakh causes of the water from Ukai Dam after rainfall, bringing its water level close to the danger mark of 345 feet. ഇതാണ് ഇത് ന്യൂസിൽ വരാൻ എന്താണ് കാരണം? ഇത് ഏത് റിവറിലാണ്? താപ്തി റിവറിലാണ് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക. അതുപോലെ തന്നെ ഗുജറാത്തിലെ തന്നെ എന്താണ് സെക്കൻഡ് ലാർജസ്റ്റ് റിസർവോയർ ആണ് എന്നുള്ള ഇതിൻ്റെ പ്രത്യേകതയാണ്, ഇതിൻ്റെ പ്രത്യേകതയാണ്. അപ്പോൾ ആദ്യത്തെ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് സർദാർ സരോവറാണ്. ക്ലിയർ? അപ്പോൾ ഇത്തരം കറണ്ട് അഫെയർസൊക്കെയാണ് എന്താണ് സാധാരണഗതിയിൽ എന്താണ് RRB NTPC എക്സാമുകൾക്ക് എന്താണ് വരാൻ സാധ്യതയുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത കറണ്ട് അഫെയർ സെക്ഷനുമായിട്ട് നെക്സ്റ്റ് വീക്ക് നമുക്ക് കാണാം. താങ്ക് യു.